മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നൂർബിന റഷീദ്. മുസ്ലിം ലീഗിൽ നിന്നും വനിതാ ലീഗ് കടുത്ത അവഗണന നേരിടുന്നതായി നൂർബിന റഷീദ് തുറന്നടിച്ചു. പേരാമ്പ്ര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെയും നൂർബിന അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. നൂർബിനയുടെ രാജിയിൽ നടപടി സ്വീകരിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണെന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണം. നൂർബിനയുടേത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് PMA സലാമും പ്രതികരിച്ചു. ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. മുസ്ലിം ലീഗിൽ നിന്നും കടുത്ത അവഗണന വനിതാ ലീഗ് നേരിടുന്നുവെന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദിന്റെ രാജി പ്രഖ്യാപനം. സീറ്റ് കിട്ടാത്തതിലല്ല രാജി. നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും നൂർബിന റഷീദ് വ്യക്തമാക്കി. പഴയ ചിത്രങ്ങളും ചന്ദ്രിക വാർത്തയും ഉയർത്തിക്കാട്ടിയായിരുന്നു നൂർബിന റഷീദിന്റെ വാർത്താ സമ്മേളനം. ഇസ്ലാമിക ചുറ്റുപാടിനകത്ത് നിന്ന് പ്രവർത്തിക്കണം. കാലഘട്ടം മാറിയാൽ ധാർമ്മികത മാറില്ല. ലീഗിന്റെ മെമ്പർഷിപ്പ് രസീത് സൂക്ഷിച്ചു വെച്ചതുപോലെ തന്നെയാണ് ലീഗിനെയും വനിതാ ലീഗിനെയും നെഞ്ചോട് ചേർത്തതെന്നും 2016 മെമ്പർഷിപ്പ് രസീത് കാണിച്ചുകൊണ്ട് നൂർബിന റഷീദ് പറഞ്ഞു. 5/10/2016 PK നൂർബിന റഷീദ് പാറോപ്പടി ശാഖയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഈ പേപ്പറിനൊരു ചുളിവ് പോലും ഞാൻ വരുത്തിയിട്ടില്ല. ഇത് 2022 മെമ്പർഷിപ്പ്. പിങ്ക് പോയി ഇപ്പം പച്ചയായി കേട്ടോ. ഞാൻ സ്വർണങ്ങളെല്ലാം കബോർഡുകളിൽ വെച്ചിരിക്കുന്നത്, ലോക്കറുകളിൽ സൂക്ഷിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെ ഈ മെമ്പർഷിപ്പ് പേപ്പർ സൂക്ഷിച്ചു വെച്ചോ അതേ സ്നേഹത്തോടു കൂടി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും വനിതാ ലീഗിനെയും പോഷക സംഘടനകളെയും ഇന്ന് വരെ മുറുക്കി പിടിച്ചത്. റീലിലൂടെയല്ല, റിയൽ ലൈഫിലൂടെയാണ് ജനങ്ങളുമായി സംവദിക്കേണ്ടതെന്ന് പറഞ്ഞ നൂർബിന റഷീദ് പേരാമ്പ്ര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ കടന്നാക്രമിച്ചു. നിങ്ങളുടെ സെക്യുലറിസം കാണിക്കണമെങ്കിൽ, നിങ്ങളുടെ മതേതരത്വ മുഖം കാണിക്കണമെങ്കിൽ സ്യൂഡോ സെക്യുലറിസം പാടില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ മതേതരത്വം ഒന്നിനും ഭൂഷണമല്ല. മതേതരത്വം ഹൃദയത്തിൽ നിന്ന് വരണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയാണ് നമുക്ക് ആവശ്യം. അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. എല്ലായിടത്തും ആർട്ടിഫിഷ്യലാണ്. നൂർബിന റഷീദിന്റെ രാജി അവിശ്വസനീയമെന്നായിരുന്നു ഫാത്തിമ തഹ്ലിയുടെ പ്രതികരണം. നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായത്. സമൂഹ മാധ്യമങ്ങൾ ആശയവിനിമയത്തിനായാണ് ഉപയോഗിക്കുന്നതെന്നും ഫാത്തിമ തഹ്ലിയ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ രാജിവെച്ച് പോകാൻ ഒന്നും നൂർബിനത്ത പോലെ ഒരാൾക്കും പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ മത്സരത്തിന് ഇറങ്ങിയതോ അല്ലെങ്കിൽ കോർപ്പറേഷന് മത്സരിക്കാൻ ഇറങ്ങിയതോ ഒന്നും എൻ്റെ തീരുമാനമല്ലല്ലോ. അത് പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ ആണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും റീൽസിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഫോട്ടോകളുടെ പിന്നാലെ ഓടുകയല്ല. ജനങ്ങളോട് സംസാരിക്കുക, അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുക. ഇപ്പം സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയ ആണല്ലോ. നൂർബിനയ്ക്ക് എല്ലാ പരിഗണനയും നൽകിയിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗിന്റെ കോട്ടയായ കോഴിക്കോട് സൗത്തിൽ 2021 സീറ്റ് നൽകിയതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. നൂർബിന പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം അവരെ തന്നെ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇലക്ഷനിൽ നൂർബിന റഷീദിനെ മത്സരിക്കാൻ വേണ്ടി കോഴിക്കോട് തന്നെ മുനീർ സാഹിബൊക്കെ ജയിച്ച ആ മണ്ഡലത്തിൽ തന്നെയാണ്. കോഴിക്കോട് സൗത്ത് എന്ന് പറയുമ്പോൾ ലീഗിൻ്റെ ഒരു ഉറച്ച കേന്ദ്രമാണ്. അവിടെ നൂർബിന റഷീദിന് നമ്മൾ അവസരം കൊടുത്തു. പിന്നെ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. നൂർബിന റഷീദിന്റെ പ്രസ്താവന അച്ചടക്ക വിരുദ്ധമെന്ന് PMA സലാം തുറന്നടിച്ചു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. നൂർബിന തെറ്റുകൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ലെങ്കിൽ വിശദീകരണ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. അല്ല, പുറത്തുള്ള ആളുകളുടെ പിന്തുണയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം. വിഷയത്തിൽ നൂർബിനയോട് വിശദീകരണം തേടിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിശദീകരണം ലഭിച്ചതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അവര് പരസ്യപ്രസ്താവന ചെയ്തതാണ്. അപ്പോൾ അതിനൊരു വിശദീകരണം അവർ പാർട്ടിക്ക് തരുമായിരിക്കുമല്ലോ, അത് കഴിയട്ടെ എന്നുണ്ട് പറഞ്ഞു. വനിതാ ലീഗിന്റെ അയോഗ്യത എന്ത് എന്ന ചോദ്യം ഉന്നയിച്ചാണ് നൂർബിന റഷീദ് രാജി പ്രഖ്യാപിച്ചത്. സമാന ചിന്താഗതിയോടെ കൂടുതൽ വനിതാ ലീഗ് പ്രവർത്തകർ വരും ദിവസങ്ങളിൽ രംഗത്തെത്തുമെന്നും നൂർബിന പറയുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ലീഗിനെ പ്രതിസന്ധിയിലാക്കുകയാണ് നൂർബിന റഷീദിന്റെ രാജി. ന്യൂസ് മലയാളം, കോഴിക്കോട്.